അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു പസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഒരു പസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവും, ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും. കണ്ടില്ലേ ഈ ഒരു പസില്? നമ്മൾ റുബിക്സ് ക്യൂബും സ്നേക്ക് ക്യൂബും ഒക്കെ കണ്ടിട്ടുണ്ട്. ഈ ഒരു പസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഒരു ഈ ഒരു സാധനം, ഈ ഒരു ഇരുമ്പിന്റെ, ഇത് സ്റ്റീലിന്റെ, ഇത് ഞാൻ ബബ്ലു കിഡ്സ് ആൻഡ് ടോയ്സ് എന്ന് വാങ്ങിയാണ്. അപ്പൊ ഞാനിത് കാണിച്ചു തരാൻ പോകുന്നത് ഇതെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം. ഇത് പലവർക്കും അറിയില്ല, പക്ഷെ ഞാൻ അത് ഒറ്റയ്ക്കാണ് പഠിച്ചത്. ഞാൻ അതിങ്ങനെ ഒരു പഠിച്ചു. എന്നാലും ഇതെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം, അതാണ് ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ. നമുക്ക് പോകാം. അതിനു മുമ്പ് സുജിത്ത് ബ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ ഞെക്കൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം അത് എന്തായാലും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു പസിൽ എങ്ങനെ ഊരിയെടുക്കാം എന്ന് നോക്കാം. ഇതുകൊണ്ട് ഈ ഒരു പസിൽ നമുക്ക് ഒരുപാട് പേരുടെ തല കൊഴിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. ഉണ്ടോ ഈ ഒരു പസിൽ? ഇതെങ്ങനെ ഊരിയെടുക്കാം? അപ്പം ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഊരിയെടുക്കാൻ നോക്കാം. ഇതിപ്പോ എങ്ങനെയാണ് കിടക്കുന്നത്, ഇതിപ്പോ എങ്ങനെയാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സാധനം കണ്ടില്ലേ, ഈ ഒരു ഇത് ഇങ്ങനെ ഇടുമ്പം ഇത് ഇങ്ങനെ വലിക്കാൻ കഴിയൂല. കാരണം ഇത് ഇങ്ങനെ ഒരിക്കലും വരില്ല. കാരണം ഇതിനുള്ളൂടെ ഇങ്ങനെ കുടുങ്ങിപ്പോവും. നമ്മൾ എന്ത് ചെയ്യും? ഇതിനുള്ളിലൂടെ കുടുങ്ങിപ്പോവും. നമ്മൾ എല്ലാവരും നോക്കണം എന്നറിയോ, ഇതേപോലെ ഞാൻ ഇപ്പൊ ചെയ്ത പോലെ എടുക്കാൻ നോക്കും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൂടെ കുടുങ്ങിപ്പോവും. ഞാൻ ഒന്നുകൂടി കാണിച്ചുതരാം. ഇതേപോലെ കണ്ടില്ലേ, ഇതിപ്പോ ഇങ്ങനെയുള്ളത്. ഇതിങ്ങനെ ഇടുമ്പോൾ നമ്മളെല്ലാവരും നോക്കണം എന്തറിയോ, ഇതിങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു സാധനത്തിനുള്ള കൂടെ ഇങ്ങോട്ട് ഇങ്ങനെ ഇടും. എന്നിട്ട് ഇങ്ങനെ തിരിച്ചു. അപ്പൊ എന്ത് ചെയ്യും? ഇതിനുള്ളിൽ കുടുങ്ങിപ്പോവും. അത് നമുക്ക് കിട്ടൂല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതിനുള്ളിൽ കൊടുക്കാതെ തന്നെ ദൂരെ എടുക്കണം. അതിനൊരു ട്രിക്കാണ് ഞാൻ കാണിച്ചു തരുന്നത്. നോക്കിക്കോളി, എല്ലാവരും നോക്കിക്കോളി, കണ്ടോണ്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഇതിപ്പോ അയച്ചെടുത്തിട്ട് കണ്ടോ, ഇതിനുള്ളിൽ കുടുങ്ങിപ്പോയി. ഞാൻ ഇപ്പൊ നിങ്ങൾ കാണിച്ചതുപോലെ ചെയ്ത്, ഇതിപ്പോ അറിയാത്ത ഒരാൾ ചെയ്യുമ്പോൾ അങ്ങനെ വരുള്ളൂ. ഞാൻ ചെയ്ത് കാണിച്ചുതരാം. ഇതിനൊന്ന് എടുക്കട്ടെ. ഇതാ കണ്ടില്ലേ ഇങ്ങനെ വരുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സാധനം കണ്ടില്ലേ, ഇത് നമ്മളൊന്നും ചെയ്യണ്ട. ഇത് നമ്മൾ ഈ കയ്യിൽ, അതായത് നമ്മൾ ഈ ഇടത് കൈയില്ലേ, ഇടത് കൈ കൊണ്ട് ഈ ഒരു സംഭവം പിടിക്കുക. ഈ സംഭവം പിടിച്ചിട്ട് ഈ ഒരു സാധനം കണ്ടില്ലേ, ഇതുമല്ലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഇങ്ങനെ നീക്കി കൊടുക്കുക. ഇങ്ങനെ നീക്കിയിട്ട് ഇതിനുള്ള കൂടെ നേരത്തെ ഇട്ട പോലെ തന്നെ ഒന്നും കൂടി ഇടുക. എന്നിട്ട് ഇതിനുള്ള കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി നോക്കുക. അതായത് അപ്പൊ നമ്മൾ നോക്കും, ഇതിൽ കൂടെ കിട്ടുമോ? ഇല്ല. കണ്ടോ ഈ ഒരു സാധനം കണ്ടില്ലേ, ഇവിടെ തട്ടണുണ്ടില്ലേ, കണ്ടോ ഇതിൽ കൂടെ കിട്ടണില്ല. കണ്ടോ ഇവിടെ തട്ടണുണ്ടില്ലേ, കണ്ടോ ഇതിൽ കൂടെയും കിട്ടണില്ല. അപ്പൊ നമ്മൾ ശ്രമിക്കും ഇതിൽ കൂടെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇതിൽ കൂടെയും കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യണ എന്താ അറിയോ, നമ്മൾ ചെയ്യുന്ന വേറെ പണിയുണ്ട്. ഈ ഒരു ഇത് നേരെ ഇതിൽ കൂടെ ഇടാൻ നോക്കും. എല്ലാവരും നോക്കുന്ന ബുദ്ധിയാണ്. ഇതിൽ കൂടെ നേരെ ഇടാൻ നോക്കും. ഇതിൽ കൂടെ നേരെ ഇട്ടിട്ട് ഇങ്ങോട്ട് തിരിക്കാൻ നോക്കും. കണ്ടോ ഇതിൽ കൂടെ നേരെ ഇട്ടിട്ട് ഇങ്ങോട്ട് തിരിക്കാൻ നോക്കും. കണ്ടുണ്ടോ, ഇങ്ങോട്ട് തിരിക്കാൻ നോക്കും. പക്ഷെ അത് ഒരിക്കലും നടക്കൂല. കണ്ടോ ഇവിടെ തട്ടിക്കണുണ്ടില്ലേ, ഇങ്ങോട്ട് തിരിക്കാൻ നോക്കുമ്പോൾ നടക്കൂല. അപ്പൊ നമ്മൾ ഇത് ഊരിയെടുക്കണം. ഊരിയെടുക്കാനാണ് നമ്മളെ കോൺഫിഡൻസ്. നമ്മൾ ചെയ്യേണ്ടത് ഇത് തിരിച്ചു മറിച്ച് നോക്കുക. ഇങ്ങനെ നമ്മൾ ഓരോ വശത്തോട് ഇട്ട് നോക്കുക. കൂടെയൊക്കെ നമ്മൾ ലോജിക്ക് നോക്കുക. ഇങ്ങനെ ഓരോ വശത്തോട് ഇട്ട് നോക്കിയിട്ട് ഇതിങ്ങനെ തിരിച്ചു വെക്കുക. കണ്ടോ ഇപ്പൊ എല്ലായിടത്തും നമ്മൾ തിരിച്ചു വെക്കുന്നുണ്ട്. കണ്ടോ എല്ലാ സ്ഥലത്തും കൂടി നമ്മൾ തിരിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഊരാൻ പറ്റുന്നുണ്ടോ? ഊരിയോ? ഇല്ല. അതാണ്ടല്ലേ ഉള്ളിക്കെ വിട്ടുണ്ടോ, ഊരിയിട്ടില്ല. അത് നമ്മൾ ചെയ്യേണ്ടത് ഇതിനതെ പഴയ പോലെ തന്നെ വരുത്തിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സാധനത്തിനെ നമ്മളെ രീതിയിലൂടെ ഇങ്ങനെ ഒന്നും കൂടി എടുക്കുക. ഇങ്ങനെ ഒന്നും കൂടി എടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ ഉണ്ടോ, ഇതേപോലെ തന്നെ ഒന്നും കൂടി കാണിച്ചാ ഈ ഒരു രീതി, അതായത് ഈ സാധനം മുകളിലേക്ക് പൊക്കിയിട്ട് ഇതിനോട് തട്ടും. അപ്പൊ ഇവിടെ തട്ടും അല്ലേ, ഇവിടെ തട്ടും. ഇവിടെ നമ്മളെ സാധനം തട്ടണുണ്ടില്ലേ, കാണുന്നുണ്ടോ? ഉണ്ടോ ഇവിടെ തട്ടാൻ പാടില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, അറിയണവർക്ക് പെട്ടെന്ന് കിട്ടിട്ടോ, അത് പഠിച്ചിട്ട് തന്നെ വലിയ ഭാഗ്യം എന്ന് പറയാം. പിന്നെ ഈ ഒരു സാധനം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് കൊണ്ടുവരുമ്പം പിന്നെയും കഴിയൂല. അപ്പൊ നമ്മൾ ഒന്നും കൂടി റൊട്ടേറ്റ് കൊണ്ടുവരുമ്പം ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെയും കഴിയൂല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്
ഇങ്ങനെ ഈ ഒരു വശത്തൂടെ തന്നെ ഈ ഒരു ഇതിൽ കൂടെ തന്നെ കൊണ്ടുവരിക. ഈ ഒരു ഭാഗം ഇനിയിപ്പം ഇതുമ്മല് തന്നെ ഈ ഒരു സാധനം കൊണ്ടുവന്നിട്ട് ഇത് കണ്ടോ റൊട്ടേറ്റ് ചെയ്യാൻ കാണിച്ചാ. ഇനിയിപ്പം ഇതുകൂടെ കിട്ടിയില്ലെങ്കിൽ വേറെ പണി ചെയ്യാം. ഇങ്ങനെ പിടിക്കാം. ഇതും ഇതേപോലെ തന്നെ കണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഇതേപോലെ തന്നെ കൊണ്ടുവരിക. കണ്ടോ ഇപ്പൊ കണ്ടില്ലേ പോരുന്നുണ്ടില്ലേ? ഞാൻ കാണിച്ചുതരാം. ഒന്നുകൂടി കാണിച്ചുതരാം. ഉള്ളിക്കിട്ട് കാണിച്ചുതരാം. ഉള്ളിക്കിട്ട് ഒന്നുകൂടി കാണിച്ചുതരാം. കണ്ടോ ഇതിപ്പോ ഇങ്ങനെയാണുള്ളത്. കണ്ടോ ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെയാണ് വരുന്നത്. ഇത് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റുമോ? ഇല്ല. നേരത്തെ നമ്മൾ പല വഴിക്ക് ശ്രമിച്ചു. നമ്മള് ഊരിയെടുക്കാൻ പറ്റൂല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ തിരിച്ചു പിടിക്കാം. ഈ സാധനത്തിനെ തിരിച്ചു പിടിക്കാം. ഇങ്ങനെ ഈ സാധനം തിരിച്ചു പിടിക്കുമ്പോ കണ്ടോ തിരിച്ചു പിടിച്ചിട്ട് ഇതിലൂടെയും പറ്റൂല. ഈ സാധനം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പിടിക്കുക. ഇതിപ്പോ ഇങ്ങനെയല്ലേ വരുന്നേ. നമ്മൾ ചെയ്യേണ്ടത് ഇതിനെങ്ങനെ തിരിച്ച, അത് നമ്മൾ ഈ സാധനം ഇങ്ങനെ തിരിച്ചിട്ട് ഈ കൈയിനോട് എന്ത് ചെയ്യുക, ഈ ഒരു ഇത് ഇങ്ങനെ പിടിക്കുക. അതായത് ഈ കൈയിനോട് ഇങ്ങനെ പിടിക്കുക. ഈ കൈയിനോട് ഇങ്ങനെ പിടിക്കുക. നമ്മൾ നേർക്ക് വരേണ്ട രീതിയിൽ ഈ ഒരു ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ഭാഗം നമ്മൾ നേർക്ക് വരേണ്ട രീതിയിൽ പിടിക്കുക. ഇനി കണ്ടോണ്ടി, ഇനിയാണ് നമ്മളെ ട്രിക്ക് വർക്ക് ചെയ്യാൻ പോണത്. ഇനി നമ്മൾ നേരെ ഇതിൽ കൂടെ ഇട്ടതിന് ശേഷം നേരെ ഇതിൽ കൂടെ ഇട്ട ശേഷം കാണിച്ചുതരാം. ഇടയ്ക്കൂടെ കണ്ടില്ലേ? ഈ ഇടയ്ക്കൂടെ കണ്ടോ പറഞ്ഞിട്ടില്ലേ? കണ്ടോ? ഇത്രയേ ഉള്ളൂ. സോ പവർഫുൾ. കണ്ടില്ലേ? ഇതാണ് സംഗതി. അപ്പോ എങ്ങനെയുണ്ട് ഇത് ഊരിയെടുത്ത സംഭവം? സൂപ്പറായില്ലേ? ഇത് ഊരിയെടുത്ത സംഭവം എങ്ങനെയുണ്ട്? സൂപ്പറായോ? നോക്കിക്കോളൂ. ഞാൻ ഊരിയെടുത്ത്. അപ്പം ഇത് ഊരിയെടുത്ത സംഭവം എങ്ങനെയുണ്ട്? അപ്പം ഇത് നിങ്ങൾക്ക് പഠിക്കാം. ഇത് നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് നോക്കി. അപ്പൊ ഞാനത് എടുത്തത് ഇങ്ങനത്തെ സംഭവം എൻ്റെ അടുത്ത് പണ്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും പണ്ടത്തെ നൊസ്റ്റാൾജി ഐറ്റം എൻ്റെ കൈ കിട്ടിയപ്പോൾ ഒന്ന് ചെയ്തു നോക്കിയതാണ്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു കിടിലം വീഡിയോ ഫോർഡ് റാപ്റ്റർ 6x6 അതിൻ്റെ കുറിച്ചുള്ളൊരു മലയാളം വീഡിയോ വരുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു മലയാളം വീഡിയോ ഇടുന്നത്. ഇതുവരെയായിട്ടും മറ്റേ ഫോർഡ് റാപ്റ്റർ 6x6 മലയാളം വീഡിയോ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു ഫോർഡ് റാപ്റ്റർ 6x6 ഒരു മലയാളം വീഡിയോ വരുന്നത്. അതും എൻ്റെ ചാനലിലൂടെ തന്നെ ഒരു മലയാളം വീഡിയോ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും അതും കാണണം. എന്തായാലും നാളെ എന്തായാലും വരും. അപ്പൊ എന്തായാലും അതും കാണണം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കാം. അതിനുമുമ്പ് സുജിത്ത് ബ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൻ ഞെക്കൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കൂ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.